ഇന്ന് ചർച്ച ചെയ്തത്. അതാണെങ്കിൽ മലയോര ജനതക്കാകെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. എല്ലാ കാലത്തും ദീർഘകാലമായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങൾ വല്ലാതെ വിഷമിക്കുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. 2016 തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നത് തൊട്ട് വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇപ്പം അതിൻ്റെ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി അത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ കൂടി പോകേണ്ടതുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. 1960 കേരള ഭൂപതിവ് നിയമത്തിന് കീഴിലെ വിവിധ ചട്ടങ്ങൾ പ്രകാരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കൃഷി, ഭവന നിർമ്മാണം, അയൽവസ്തുവിൻ്റെ ഗുണകരമായ അനുഭവം, ഷോപ്പ് സൈറ്റുകൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി പട്ടയം അനുവദിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ ഭൂമി പതിച്ചു കിട്ടിയ പലരും മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പട്ടയ വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നിർമ്മാണവും കൈമാറ്റവും പലർക്കും പലവിധ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത്. ഇക്കാര്യത്തിൽ ഒട്ടേറെ സന്ദർഭങ്ങളിൽ വിവിധ കോടതികളുടെ ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായുള്ള കർശനമായ നിയന്ത്രണവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പല മാർഗങ്ങൾ സർക്കാർ ആലോചിച്ചു. തുടർന്നാണ് 6.5 പതിറ്റാണ്ടായുള്ള മലയോര ജനതയുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് 2023 സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസ്സാക്കിയത്.